അസ്സലാമു അലൈക്കും. കേൾക്കാമോ? ഓക്കെ. അതായത് മക്ക മുശ്രിക്കുകൾക്ക് ഞങ്ങളുടെ ആരാധ്യർക്ക് സ്വന്തമായി കഴിവില്ല, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അവർ സഹായിക്കുമെന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങൾ അവരോട് സഹായം തേടുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രചാരണമാണ് വഹാബികൾ നടത്തുന്നത്. അതിന് ഇവര് തെളിവായി ഉദ്ധരിക്കുന്നത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീക ഹുവ ലക തംലികുഹു വമാ മലക. അള്ളാഹുവിന് പങ്കുകാരനില്ല, എന്നാൽ ഒരു പങ്കുകാരനുണ്ട്. ആ പങ്കുകാരൻ നിന്റെ ഉടമയിലുള്ളതാണ്. ആ പങ്കുകാരൻ ഉടമപ്പെടുത്തിയിരിക്കുന്ന ബ്രാക്കറ്റിൽ കഴിവുകളും നിന്റെ ഉടമയിലുള്ളതാണ്. ഇങ്ങനെയാണ് അവർ വഹാബികൾ പ്രചരിപ്പിക്കുന്നത്. ഈ ഹദീസിന്റെ യാഥാർത്ഥ്യം എന്താണ് ഉസ്താദ്? ഈ ഹദീസിനെ വിശദീകരിച്ചത്. ഞാൻ മൈക്ക് കൊടുത്തു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى الآل والصحابة الفائزين برضا الله. أما بعد. അഭിനന്ദനായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൗണ്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, എന്നാലും കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ശീർ എ, അദ്ദേഹം ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് സാധാരണ പുത്തൻവാദികൾ പ്രചരിപ്പിക്കുന്ന ഒരു വിഷയ സംബന്ധിയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ദൈവങ്ങൾക്ക് സ്വന്തമായി കഴിവുണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം പലപ്പോഴും നാം പറഞ്ഞിട്ടുള്ളതും പറയാറുള്ളതുമാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ അവതരിപ്പിക്കുന്ന ഒരു തെളിവാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമ്മുടെ സുഹൃത്ത് ഇവിടെ കേൾപ്പിച്ചത്, അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ കേൾപ്പിച്ചത്. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാത്ത സ്വന്തമായ കഴിവ് ദൈവങ്ങൾക്കുണ്ട് എന്ന് മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു എന്നത് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും സ്ഥിരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇമാം മുസ്ലിമിന്റെ ഹദീസില് മുശ്രിക്കീങ്ങളുടെ തൽബിയത്തായി പറഞ്ഞ ഭാഗം, ആ ഭാഗം പരിശോധിച്ചാൽ വ്യക്തമായ ശിർക്കിന്റെ വചനം അതിൽ കാണാം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൻ നിഅമത ലക് എന്ന് വൽ മുൽക ലാ ശരീക ലക് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാധാരണ മുഅ്മിനീങ്ങളുടെ തൽബിയത്ത്. അതേ സ്ഥാനത്ത് ലാ ശരീക ലക എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക എന്നാണ് മുശ്രിക്കീങ്ങളുടെ തൽബിയത്ത്. അപ്പൊ മുശ്രിക്കീങ്ങളുടെ തൽബിയത്തും മുഅ്മിനീങ്ങളുടെ തൽബിയത്തും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹദീസ് പരിശോധിച്ചാൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാ ശരീക ലക എന്നെത്തുമ്പോൾ അത്ര മതി എന്ന് പറയാറുണ്ടായിരുന്നു. മുശ്രിക്കീങ്ങൾ ചൊല്ലുന്നത് പോലെ ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക എന്ന് പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അത് പറയാൻ പാടില്ല. എന്താണ് രണ്ട് തൽബിയത്തും തമ്മിലുള്ള വ്യത്യാസം? മുഅ്മിനീങ്ങളുടെ തൽബിയത്ത് അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മുശ്രിക്കീങ്ങളുടെ തൽബിയത്ത് അള്ളാഹുവിന് പങ്കുകാരൻ ഉണ്ടെന്നും പറയുന്നു. കാരണം മുശ്രിക്കീങ്ങളുടെ തൽബിയത്ത് ലാ ശരീക ലക, അള്ളാഹുവെ നിനക്ക് ഒരു പങ്കുകാരുമില്ല, ഇല്ലാ ശരീക്കൻ ഒരു പങ്കുകാരനല്ലാതെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ശരീക്കുണ്ടോന്നല്ലാന്നോ? അല്ല, ഇത് കേൾക്കണ ആളുകള്, ഇതിന്റെ ആശയം മനസ്സിലാകുന്നവര്, അറബി ഭാഷയുടെ അർത്ഥം തിരിയണവര്, മുശ്രിക്കീങ്ങൾ ഇപ്പൊ പറയുന്നത് അള്ളാഹുവിന് ശരീക്ക് ഉണ്ട് എന്നല്ലാന്നോ? ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. ഇല്ലാ ശരീക്കൻ ഹുവ ലക എന്ന് പറഞ്ഞാൽ ശരീക്ക് ഉണ്ട് എന്നാണ് മുശ്രിക്കീങ്ങൾ പറയുന്നത്.
ശരീക്ക് ഇല്ല എന്നാണ് മുഅ്മിനീങ്ങൾ പറയുന്നത്. അതോടെ ഈമാനും കുഫറും അവിടെ വേർതിരിഞ്ഞു. സുന്നികളും മക്ക മുശ്രിക്കീങ്ങളും അവിടെ തന്നെ വേർതിരിഞ്ഞു. ഇനി അതിന്റെ ബാക്കി എന്തോ ആവട്ടെ, അവിടെ തന്നെ മുശ്രിക്കീങ്ങളും മുഅ്മിനീങ്ങളും തമ്മിൽ വേർതിരിഞ്ഞു. കാരണം മുശ്രിക്കീങ്ങൾ പറയുന്നത്, തൽബിയത്തിൽ പരസ്യമായി പറയുന്നത് അള്ളാഹുവിന് ശരീക്ക് ഉണ്ട് എന്നാണ്, അള്ളാഹുവിന് പങ്കാളി ഉണ്ട് എന്നാണ്. മുഅ്മിനീങ്ങൾ പരസ്യമായി പറയുന്നത് അള്ളാഹുവിന് യാതൊരു ശരീക്കുമില്ല, യാതൊരു പങ്കാളിയും ഇല്ല എന്നാണ്. ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, മുശ്രിക്കീങ്ങൾ ഒരു ശരീക്കുണ്ടെന്ന് പറയുന്നു, അതോടെ കടുത്ത ശിർക്കായി. എന്നാ പിന്നെ ആ ശരീക്കിന്റെ സ്വഭാവം അവര് പറഞ്ഞപ്പോ തംലിക്കുഹു വമാ മലക്ക എന്നാണല്ലോ പറഞ്ഞത്. ആ ശരീക്ക് ഉടമപ്പെടുത്തിയതും നീ ഉടമപ്പെടുത്തിയതാണ് അള്ളാഹുവേ എന്ന് അള്ളാഹുവിനോട് പറയുന്നുണ്ട് എന്നാണ്. അപ്പൊ ശരീക്ക് അള്ളാഹുവിന്റെ കീഴിലാണ് എന്നാണ് മുശ്രിക്കീങ്ങളുടെ വിശ്വാസം. അല്ലെ ബഷീർ? അല്ലെ? ഈ തൽബിയത്ത് എന്ന് മനസ്സിലാക്കുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന് ശരീക്കുണ്ട് എന്നാണ് മുശ്രിക്കീങ്ങൾ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ആ ശരീക്ക് അള്ളാഹുവിന്റെ കീഴിലാണ് എന്നാണ് മുശ്രിക്കീങ്ങൾ പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, ആ ശരീക്കിന്റെ ഉടമാവകാശത്തിലുള്ളതും അള്ളാഹുവിന്റെ ഉടമാവകാശത്തിലുള്ളതാണ്, അതും അള്ളാഹുവിന്റെ കീഴിലുള്ളതാണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ തൽബിയത്തിലുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം തന്നെ, അള്ളാഹുവിന് ശരീക്കുണ്ട് എന്ന് പറയലോടുകൂടി തന്നെ ഈമാൻ പോയി, ഇസ്ലാം എന്ന് പുറത്തുപോയി, ആള് മുശ്രിക്കായി. ഞാൻ ശരീക്കിന്റെ സ്വഭാവം എന്തോ ആകട്ടെ, ശരീക്ക് അള്ളാഹുവിന്റെ കീഴിലുള്ളതാണ് എന്നതുകൊണ്ട് ശരീക്കാകാതെ കൂല. അപ്പൊ നിങ്ങൾ നോക്ക്, ബാപ്പയും മോനും കച്ചവടത്തിൽ ഷെയർ കൂടി, അങ്ങനല്ലേ? നമ്മളെ നാട്ടിലൊക്കെ ആൻസൺസ് കുറെ കാണില്ലേ അല്ലേ സുഹൃത്തുക്കളെ? പല ബിസിനസ് കമ്പനിക്കും പല ബാപ്പാരുടെ പേര് വിട്ടിട്ട് ആൻഡ് സൺസ് കാണാം അല്ലേ? ആരാ അതില് ശരീക്ക്? ബാപ്പയും മക്കളും ശരീക്കാ, ബാപ്പയും മോനും ശരീക്കാ. ഇവിടെ നോക്ക് നിങ്ങൾ, മകൻ ബാപ്പയുടെ കീഴിലാണ്, ആർക്കും തർക്കല്ല. മകൻ ബാപ്പയുടെ കീഴിലാണ്, പക്ഷെ കച്ചവടത്തിൽ 2 ആളും ശരീക്കാണ്. കച്ചവടത്തിൽ 2 ആളും ശരീക്കാണ് എന്ന് പറഞ്ഞത്. അപ്പൊ 2 ആളും പങ്കാളികളാണ്. ഇവിടെ 2 ആളും പങ്കാളികളാകുന്നു എന്നതുകൊണ്ട് കീഴിലല്ല എന്നൊന്നും വരുന്നില്ല. ദൈവത്തെ സങ്കല്പിച്ചിരുന്നതും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിനെ ഒരു മെയിൻ വലിയ ദൈവമായും മറ്റു ദൈവങ്ങളെ അള്ളാഹുവിന്റെ കീഴിലുള്ള കുട്ടി ദൈവങ്ങളായിട്ടും ആണ് മുശ്രിക്കീങ്ങൾ സങ്കല്പിച്ചിരുന്നത്. നമ്മുടെ മന്ത്രിസഭ പോലെ, മന്ത്രിസഭയിൽ ഒരു മെയിൻ മന്ത്രി ഉണ്ടാവും, പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നൊക്കെ പറയും. അതിന്റെ കീഴിൽ കുറെ മന്ത്രിമാര് അതും ഉണ്ടാവും അല്ലെ? അതിന്റെ കീഴിൽ കുറെ മന്ത്രിമാര് അതും ഉണ്ടാവും. ഈ കീഴിലുള്ള മന്ത്രിമാര് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ മന്ത്രിമാര് എന്ന് പറയാം. അതേ സ്ഥാനത്ത് പ്രധാനമന്ത്രി വിചാരിക്കാതെ പോലും അയാളെ ഓർക്കാപ്പുറത്ത് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വരെ ഒരുപക്ഷെ കീഴിലുള്ള മന്ത്രിമാർക്ക് കഴിഞ്ഞെന്നും വരും. അപ്പൊ സ്വയം കഴിവ് അതൊന്ന് വേറെ. പിന്നെ വേറെ മർമ്മപ്രധാനമായൊരു വിഷയം ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഒരാള് മുശ്രിക്കാകണമെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിന് എല്ലാ വിഷയത്തിലും സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം. അങ്ങനെ ഒരു നിർബന്ധം എവിടെ ആരും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ അറിവും അനുമതിയും ഇല്ലാതെ ഏതെങ്കിലും ഒരു വിഷയം സ്വന്തമായി ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വരും. ലോകത്തെ എല്ലാ മുശ്രിക്കീങ്ങളും അങ്ങനെ വിശ്വസിച്ചവരാ. മനസ്സിലായോ? ലോകത്തെ എല്ലാ മുശ്രിക്കീങ്ങളും അങ്ങനെ വിശ്വസിച്ചവരാ. അള്ളാഹുവിന്റെ അറിവ് അനുമതി ഇല്ലാതെ മക്കത്തെ മുശ്രിക്കീങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നെങ്കിലും വിശ്വസിച്ചവരാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരുടെ ദൈവങ്ങളെ കുറിച്ച്. അള്ളാഹുവിന്റെ അറിവ് അനുമതി, അള്ളാഹിന്റെ സമ്മതമൊന്നുമില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അപ്പോ ഒരു വിഷയത്തിലെങ്കിലും അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ, അള്ളാഹുവിന്റെ അറിവില്ലാതെ സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ അതോടെ
എന്തായി? ശിർക്ക് വന്നു. ഒറ്റ വിഷയം മതി, എല്ലാ വിഷയത്തിലും വേണമെന്നില്ല. അതിനെ ഗണ്ണിച്ചുകൊണ്ട് ആ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിച്ചത് മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ശുപാർശ ചെയ്യുന്നവൻ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിച്ചത് മുശ്രിക്കീങ്ങളുടെ ഈ ശിർക്കൻ വിശ്വാസത്തെ ഗണ്ണിച്ചുകൊണ്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് സാധാരണ വഹാബികൾ തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. എന്ത്? സുന്നിയാള് പറഞ്ഞത് അള്ളാനെ പോലെ സമതിയത്തുണ്ടാകണം എന്നാണ്. അങ്ങനെ അതിന് അർത്ഥമല്ല. സമതിയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശാലമായ അർത്ഥത്തിലുള്ള ആ ഒരു സമതിയത്തല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ അറിവും അനുമതിയില്ലാതെ സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസം മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്ക്, അതിനൊരു തെളിവും കൂടി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ അദ്ദേഹം ഓതിയയില് പിന്നെ ഹജ്ജിന് പോകുമ്പോഴുള്ള തെൽബിയത്താണല്ലോ മുസ്ലിമിന്റെ ഹദീസ് എടുത്തു കാണിച്ചത്. അതുപോലെ ഹജ്ജിന് പോകുമ്പോ വേറൊരു പരിപാടി ഉണ്ട്, ഹജറുൽ അസ്വദ് ചുംബിക്കല്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഹജറുൽ അസ്വദ് ചുംബിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു വാചകം, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോ പറഞ്ഞിരുന്ന ഒരു വാചകം ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതില് എന്താ പറയുന്നത്? ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോ ബഹുമാനപ്പെട്ടവര് പറയാണ്, എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണ് എന്ന്. കേട്ടോ, അങ്ങനെയാണ്. എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണ് എന്ന് എനിക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കില്ലായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തങ്ങള് കല്ല് ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോ പറഞ്ഞിരുന്നു. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരി എഴുതുന്നത് കാണാം. ഖാല തബരി ഫഅറാദ ഉമറു അൻ യുഅല്ലിമ അന്നാസ അന്ന ഇസ്തിലാമുഹു ഇത്തിബാഉൻ ലിഫഇലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹു കല്ലിനോട് ഇങ്ങനെ പറയാനുള്ള കാരണം ആ കല്ല് ചുംബിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റലാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാനാണ്. അല്ലാതെ എന്തിനു വേണ്ടിയല്ല. ലാലി അന്നൽ ഹജറ യൻഫഉ വയദുറു ലിദാതിഹി, കല്ല് സ്വന്തമായി, ഈ ഹജറുൽ അസ്വദ് സ്വന്തമായി എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യും എന്ന് വിചാരിച്ചിട്ടല്ല അതിനെ ചുംബിക്കുന്നത്. ഏതുപോലെ കമാ കാനത്തിൽ ജാഹിലിയ്യത്തു തഅ്തഖിദു ഫിൽ ഔസാൻ, ജാഹിലിയ്യ കാലത്തെ മുശ്രിക്കീങ്ങൾ അവരുടെ ബിംബങ്ങളെ കുറിച്ച് വിശ്വസിച്ചിരുന്നത് പോലെ. കണ്ടോ, ജാഹിലിയ്യ കാലത്തെ ജനങ്ങള് അവരുടെ ബിംബങ്ങളെ കുറിച്ച് വിശ്വസിച്ചിരുന്ന എന്താ? അത് സ്വന്തമായി സ്വന്തമായി ഉപകാര ഉപദ്രവവും ചെയ്യുന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതേ വിശ്വാസത്തോടെയല്ല മുഅ്മിനീങ്ങൾ ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത്. ഇങ്ങനെ വിശ്വാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇങ്ങനെ കല്ല് ചുംബിക്കുന്ന സമയത്ത് പറഞ്ഞത് എന്ന് ഇമാം തബരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഫത്ഹുൽ ബാരി ഉദ്ധരിക്കുന്നത് കാണാം. അപ്പൊ ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമായി, മുശ്രിക്കീങ്ങൾക്ക് ബിംബത്തെക്കുറിച്ച് അവരുടെ ദൈവങ്ങളെ കുറിച്ച് അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു. സ്വന്തം ഉപകാര ഉപദ്രവവും ചെയ്യുന്നുള്ള വിശ്വാസം തന്നെയാണ് അവർക്കുണ്ടായിരുന്നത്. അതേ സ്ഥാനത്ത് മുഅ്മിനീങ്ങളുടെ വിശ്വാസം അങ്ങനെയല്ല. ഇത് രണ്ടും ചില ആളുകൾ നോക്കിക്കാണുമ്പോൾ മുശ്രിക്കീങ്ങളും ചുംബിക്കുന്നുണ്ട്, മുഅ്മിനീങ്ങളും ചുംബിക്കുന്നുണ്ട്, രണ്ടും കല്ലിനെയാണ്. അപ്പൊ ഇത് രണ്ടും ഒന്നല്ലേ എന്ന് ചോദിക്കണ ചില ആളുകൾ ഉണ്ടാവും. അക്കൂട്ടർക്ക് മറുപടിയായിട്ടാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വിശ്വാസത്തിലാണ് എന്ന് വളരെ വ്യക്തമായി കാണിച്ചു തരികയാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് എന്നാണ് ഫത്ഹുൽ ബാരി പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. ഏതായാലും മുശ്രിക്കീങ്ങളും മുഅ്മിനീങ്ങളും ഈ വിഷയത്തിൽ വലിയ അന്തരമുണ്ട്. അത് തൽബിയത്തിൽ സ്പഷ്ടമാണ്, ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നതിൽ സ്പഷ്ടമാണ്. അതുപോലെ മുഅ്മിനീങ്ങളുടെ ഏത് പ്രവർത്തികൾ പരിശോധിച്ചാലും വളരെ വ്യക്തമായ വ്യത്യാസം അവരുടെ വിശ്വാസത്തിലുള്ളത് കൊണ്ട് തന്നെ മുശ്രിക്കീങ്ങളുടെ പ്രവർത്തനങ്ങളോട് അതിനെ തുല്യപ്പെടുത്തി കാണുന്നത് ഒരിക്കലും നീതീകരിക്കാനാവാത്തതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അല്ലാഹു തആല സത്യം സത്യമായി മനസ്സിലാക്കി
അതിന്റെ പക്ഷത്ത് അടിയുറച്ചു നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഇന്ന് മറ്റു ഉസ്താദുമാരെ ആരെയും കാണുന്നില്ല. എനിക്കങ്ങനെ പറയാൻ യാതൊരു അവകാശമില്ല. കാരണം ഞാൻ കുറെ ദിവസമായി ക്ലാസ് റൂമിൽ വന്നിട്ട് ഒരുപാട് ദിവസമായി വരാറില്ല. മൈക്കെടുക്കലും വളരെ കുറവാണ്. അതിങ്ങനെ ഒരു പനിയൊക്കെ പിടിച്ച് ജലദോഷമൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ പോയപ്പോഴേ ഞാൻ ഇപ്പോഴും ആ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒരു അസുഖം അങ്ങനെ മാറി വന്നപ്പോഴേക്ക് അടുത്ത പനി പിന്നെയും പിടിച്ചതാണ്. പനിമൊക്കെ എത്തിയില്ല, ജലദോഷം പിടിച്ച് സൗണ്ട് പോയി, ചുമയൊക്കെയായി. അതുകൊണ്ടാണ് ക്ലാസ് റൂമിൽ പലപ്പോഴും വരാൻ സാധിക്കാതെ എന്ന് ചിലപ്പോൾ കേട്ടിരിക്കാറുണ്ട്. ഏതായാലും ഇന്നൊരു ചോദ്യം കേട്ടപ്പോൾ മറ്റു ഉസ്താദുമാരെയൊന്നും കാണാതായപ്പോൾ മൈക്കെടുത്തേ ഉള്ളൂ. എല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് വിശദമായി സംസാരിക്കാനും കൂടുതൽ പറയാനൊക്കെ ഇന്നും ബുദ്ധിമുട്ടുണ്ട്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ദീനിന്റെ ഖിദ്മത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അല്ലാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് എല്ലാവരും ദുആ ചെയ്യണം എന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. നേരത്തെ ചോദ്യകർത്താവ് അബ്ശീർ എന്ന സുഹൃത്ത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാലൊന്ന് സന്തോഷമായിരുന്നു. കാരണം റേഡിയോയിലൂടെ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് ക്ലാസ് റൂമിലെ ടെക്സ്റ്റ് ഒന്നും കാണാൻ കഴിയില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാൽ അത് പറയാം. അല്ല, എന്റെ മറുപടിയിൽ വല്ല അവ്യക്തതയും ഉണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറയാം. സാധിച്ചെങ്കിൽ അത് ഞാൻ ഒരിക്കൽ കൂടി വിശദീകരിച്ചു തരും. അതുകൊണ്ട് നിങ്ങളൊന്ന് മൈക്കിലേക്ക് വന്നാൽ സന്തോഷമായി. ഞങ്ങൾ മനസ്സിലായി ഇവിടെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്ന് മൈക്കെടുത്ത് പറഞ്ഞാലേ നമ്മുടെ റേഡിയോ ശ്രോതാക്കളെ ടെക്സ്റ്റ് കാണില്ലല്ലോ. അപ്പൊ അവർക്ക് കൂടി അത് ഉപകാരപ്പെടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്, ഉസ്താദ് മനസ്സിലായിട്ടുണ്ട്. അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ.